മലയാള ചലച്ചിത്ര ലോകത്തെ ഏറ്റവും മുതിർന്ന നടനായ ജോസ് പ്രകാശ് ജെ.സി. ദാനിയേൽ പുരസ്കാരം വാങ്ങാൻ കാത്തുനിന്നില്ല. അരനൂറ്റാണ്ടിലേറെയായി അഭിനയരംഗത്ത് സജീവമായിരുന്ന ജോസ് പ്രകാശ് ആദ്യകാല നാടക നടനായിരുന്നു. നാടകത്തിനൊപ്പം സിനിമ, സീരിയൽ രംഗത്തും അദ്ദേഹം സജീവമായിരുന്നു. മലയാള സിനിമയിൽ അദ്ദേഹത്തെക്കാൾ ജൂനിയറും പിൻഗാമികളുമായവർക്കൊക്കെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അന്നൊന്നും അദ്ദേഹത്തിന്റെ പേര് പരിഗണിക്കാൻ മുൻകാല അവാർഡ് നിർണയ കമ്മിറ്റികൾക്ക് കഴിഞ്ഞിരുന്നില്ല. അതിൽ അദ്ദേഹം പരിഭവിച്ചിട്ടുമില്ല. സിനിമാ ലോകം പലവിധമായ വിവാദങ്ങളിലൂടെ കടന്നുപോയപ്പോഴും അഫ്രപാളികളിൽ ഈ അസുര കഥാപാത്രം അതിലൊന്നും ഭാഗവാക്കായില്ല. നിരവധി ചിത്രങ്ങളിൽ സ്വഭാവ നടനായി അഭിനയിച്ചിട്ടുള്ള അദ്ദേഹം വില്ലൻ കഥാപാത്രം മാത്രമല്ല തനിക്ക് ഇണങ്ങുന്നതെന്ന് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തി. 60 വർഷം മുമ്പ് 1951 ശരിയോ തെറ്റോ എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം ചലച്ചിത്ര രംഗത്ത് പ്രവേശിച്ചത്. ഏറ്റവും ഒടുവിലായി അദ്ദേഹം അഭിനയിച്ചത് ട്രാഫിക് എന്ന ചിത്രത്തിലായിരുന്നു. 380 ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചു. P.N. മനോജിന്റെ ഓളവും തീരവും, P. പത്മരാജന്റെ പെരുവഴി അമ്പലം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തോടെ അദ്ദേഹം മലയാള സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമായി. 9 വർഷം മുമ്പുണ്ടായ ഒരു വീഴ്ചയിൽ ഒരു കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു. എങ്കിലും അദ്ദേഹം അഭിനയം തുടരുക തന്നെ ചെയ്തു. 25-ാം തീയതി ഞായറാഴ്ച അദ്ദേഹം ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന് മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനകൾക്കുള്ള ജെ.സി. ദാനിയേൽ പുരസ്കാരം നൽകാൻ തീരുമാനിച്ചിരുന്നതാണ്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ഞായറാഴ്ച 8 മണിവരെ കാത്തുനിൽക്കാൻ അദ്ദേഹത്തിനായില്ല. ജോസ് പ്രകാശിന്റെ നിര്യാണത്തിൽ വനം, കായികം, സിനിമാ വകുപ്പ് മന്ത്രി ശ്രീ K.V. ഗണേഷ് കുമാർ അനുശോചനം രേഖപ്പെടുത്തി. ശ്രീ ജോസ് പ്രകാശ് മലയാള സിനിമയിൽ അഭിനയത്തിന്റെ പുതിയൊരു പാത വെട്ടിത്തുറന്ന ഒരു മഹാനടനായിരുന്നു. അദ്ദേഹത്തിന്റെ വേർപാട് കലാസ്നേഹികൾക്ക് തീരാ ദുഃഖമാണ്. എന്നും എക്കാലത്തും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകതരം സ്റ്റൈലൈസ്ഡ് ആക്ടിങ് കൊണ്ടുവന്ന, അഭിനയത്തിലൊരു പ്രത്യേക ശൈലി കൊണ്ടുവന്ന ഒരു മഹാനടനായിരുന്നു. ആ വേർപാട്, അദ്ദേഹത്തിനുണ്ടാകുന്ന ദുഃഖം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ടാകുന്ന ദുഃഖം, ഇതെല്ലാം ദൈവം പരിഹരിച്ച് നൽകട്ടെന്ന പ്രാർത്ഥനയോട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അദ്ദേഹത്തോടുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ കേരള സർക്കാരിന് വേണ്ടിയും ഈ നാടിന് വേണ്ടിയും ഞാനും പങ്കാളിയാവും.